ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിതയ്ക്ക് നേർക്ക് വിരൽ ചൂണ്ടുകയാണ് കേട്ടോ പത്മ നന്ദിനിയെ ഹരിത ആ ക്രൂരത ചെയ്യുമ്പോൾ പത്മ ഹരിതയെ കുറ്റപ്പെടുത്തുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. ഏകദേശം ഒരു മുഖത്തടിച്ചതുപോലെ തന്നെ ഹരിതയ്ക്ക് നല്ല ചുട്ട മറുപടി പത്മയിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ആ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നന്ദിനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല കെങ്കേകമായി തന്നെ നടക്കുകയാണ്. നിശ്ചയത്തിൻ്റെ അന്ന് യതീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു സംഭവം ഇനി ഉണ്ടാവാനുണ്ട് കേട്ടോ. അത് രഞ്ജിത്ത് കാരനാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ഗംഗയാണ് അത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഗംഗ മുഖേന യതീന്ദ്രൻ ഇനി പോലീസ് കസ്റ്റഡിയിലാവുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. സൂര്യ, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും നീയും നന്ദിനിയും കൂടി ഈ വിവാഹം നല്ല ഭംഗിയായി നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പത്മ, നീ പഴയതുപോലെ സൂര്യയോട് വഴക്കിടാനോ ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഇനി നിൽക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ, തൻ്റെ ഈ അച്ഛൻ്റെ വാക്കുകൾ താൻ മനസ്സിൽ ദൃഢമായി തന്നെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ സൂര്യ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അടിച്ചു കൊണ്ടുവരാണ്. ഈ സമയം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെ ആവുകയാണ് കേട്ടോ ഈ പറയുന്ന പത്മക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം പത്മക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അതിൽ നന്ദിനി എന്ന പേര് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഈ കല്യാണമെല്ലാം മുന്നിട്ട് നടത്തുന്നത് സൂര്യ, അതുപോലെ തന്നെ സൂര്യയുടെ മിസ്സിസ് നന്ദിനി എന്നൊക്കെ എഴുതിയത് കൊണ്ട് പത്മ അതിനെ എതിർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന ഹരിതക്ക് വലിയ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഹരിത പത്മാൻ്റിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മാൻ്റെ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ ഇവിടെ ഉണ്ടാവും പാടില്ലല്ലേ, അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയട്ടോ. ഈ സമയം പത്മ പറയണ വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെയും കണ്ടിട്ട് പ്രശ്നത്തിന് തന്നെ നിൽക്കാനായി തുടരുകയാണ് ഹരിത. അങ്ങനെ ഹരിത എന്ത് ചെയ്യുന്നു, ആ ഇൻവിറ്റേഷൻ ലെറ്റർ ആരും കാണാതെ രഞ്ജിത്തിനെ കൊണ്ട് അത് ഒരു കുപ്പത്തൊട്ടിയിൽ കൊണ്ടിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കുകയാണ്. ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെ എവിടെയും കാണുന്നില്ല. അതിനെ തുടർന്ന് സൂര്യ വലിയ ദേഷ്യം പിടിക്കുകയാണ്. സൂര്യക്ക് വലിയ ദേഷ്യമാവുകയാണ്. അപ്പോൾ പത്മ പറയണേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇൻവിറ്റേഷൻ ലെറ്റർ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പോയി എന്നുള്ളത് നീ ചിന്തിക്കുക. അതെങ്ങനെ പോയി എന്നത് ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന നന്ദിനിയുടെ പേര് വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നിങ്ങളായിരിക്കില്ല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയം പത്മ പറയണത്, ഞാൻ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ മകളുടെ കല്യാണ സമയത്ത് നിൻ്റെ അച്ഛൻ ഇറങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിനിടയ്ക്ക് നിന്നേറ്റ് വഴക്ക് കൂടാൻ ഞാനില്ല. ഞാൻ ആ ഇൻവിറ്റേഷൻ ലെറ്റർ നീ പറയുന്ന പോലെ ഇവളുടെ പേര് വന്നതിൽ ഒട്ടും എനിക്കിഷ്ടമില്ല. അത് സംഭവം സത്യം തന്നെയാണ്. പക്ഷേ അന്ന് വെച്ചിട്ട് ഞാൻ ആ ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ സൂര്യ പറയണേ, എന്തിന് ഇന്ന് ഈ നേരത്ത് നാളെ ഈ നേരോട് നേരമാവുമ്പോഴേക്കും ഇൻവിറ്റേഷൻ ലെറ്റർ ഫുൾ അവിടെ വരും. അപ്പോൾ ഹരിത, അത് വന്നത് തന്നെ ഇത്രയും ലെറ്ററുകൾ അടിക്കണമെന്നുണ്ടെങ്കിൽ 10,000-3000 പേർക്ക് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനതിൻ്റേതായ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് കിട്ടത്തില്ല എന്ന് ഇവിടെ ഹരിത മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വിജയ് പറയണേ, അങ്ങനെ സൂര്യയെ കുറച്ച് കാണുന്നൊന്നും വേണ്ട. ഇതുപോലെ അങ്കിളുടെ ബർത്ത്ഡേയുടെ അന്ന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ ലെറ്റർ ഇതേപോലെ പത്മാൻ്റിയെ പോലും വിറപ്പിച്ചും കൊണ്ട് ഒരു രാത്രിക്ക് ഒരു രാത്രി എന്ന ലെവലിൽ ഇവിടെ അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ഇന്ദ്രജിം പറയാണ്, ഈ സൂര്യ അങ്ങനെ കുറച്ച് കാണണ്ട ഹരിത, അവൾ കൊണ്ടുവരുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുവരുമെന്ന് പറയണം. അപ്പോൾ ഈ സമയം പറയണം, കൊണ്ടുവരുന്നത് ഞാനൊന്ന് കാണട്ടെ, കൊണ്ടുവരാനൊന്നും ഒരിക്കലും പറ്റത്തില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ സൂര്യ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് 3-4 മണിക്കൂറുകൾ ഏതാനും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ആ അടിച്ച ഇൻവിറ്റേഷൻ ലെറ്ററുമായി സൂര്യ അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, ഇതാ ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ ഫുള്ളായി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ഉദയം പറയണേ, ഇനി ആൾ കൊള്ളാലോ മോനെ, നിനക്ക് എത്ര പെട്ടെന്ന് ഈ ലെറ്റർ അടിച്ച് കിട്ടി, ഇനി ആൾ കൊള്ളാലോ, ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ, അങ്കിൾ ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. പലവരും എന്നെ തോൽപ്പിക്കാൻ നോക്കും, പക്ഷെ അവിടെയൊന്നും ഞാൻ തോൽക്കില്ല, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. ഇതേ സമയം നന്ദിനി ഇനി ഇങ്ങ് വന്നേ, ഇത് ഇനി പൂജാമുറിയിലോട്ട് കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി ചോദിക്കുകയാണ്, സൂര്യ സാർ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ അടിച്ചെടുക്കാൻ സൂര്യ സാറിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു ഇത് ഞാൻ പുതുതായി അടിച്ചതാണ്, ഞാൻ ഇത് അടിച്ചതൊന്നല്ല, ഞാൻ പോലീസ് മുഖേന ആ ഇൻവിറ്റേഷൻ ലെറ്റർ എവിടെ പോയി എന്ന് ഞാൻ തിരക്കി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിശ്ചയത്തിൻ്റെ അന്ന് വേദയുടെ കൂട്ടുകാരി ഹരിത മരിച്ചില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഹരിതല്ല ഹേമ മരിച്ചില്ലേ, അങ്ങനെ
അങ്ങനെയാണ് ആ കൂട്ടുകാരുടെ പേര് വരുന്നത്. ഹേമ മരിച്ചില്ലേ, അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താ, അന്ന് സംഭവിച്ചതുപോലെ തന്നെ അവളുടെ ഡെഡ് ബോഡി കിട്ടിയത് കുപ്പത്തോട്ടിയിൽ നിന്നല്ല, അതുപോലെ പോലീസും ഇത് അവിടെ നിന്ന് കണ്ടെത്തിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനി പറയുന്നത്, ഇതെന്താ രണ്ടും ഒരേ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ ഈ വീട്ടിൽ ആരോ അപ്പോൾ ആ ഒരു മരണത്തിന് കാരണമായിട്ടില്ലേ. അപ്പോൾ സൂര്യ പറയുന്നത് ശരിയാണ്, ആ മരണത്തിന് കാരണമായിട്ടുണ്ട്. ആ ഡെഡ് ബോഡിയും അതുപോലെ ഇൻവിറ്റേഷൻ ലെറ്ററും അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുണ്ട് എന്ന് സൂര്യ പറയാണ് കേട്ടോ. അപ്പോൾ സൂര്യ സാർ ഇനി എന്താ ചെയ്യുക, അതൊക്കെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം, എന്തായാലും പേടിക്കാനില്ല, എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം എന്ന് പറയാം കേട്ടോ. പക്ഷേ ഹരിതക്കാണെങ്കിലും ഇത് ഒട്ടും സഹിക്കാൻ കഴിയില്ല കേട്ടോ. ഹരിതയ്ക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ വീണ്ടും അവിടെ വന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും കുറച്ച് കണ്ടതായി ഹരിതയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ ഹരിത എന്ത് ചെയ്യുന്നു, ഇതിന് പ്രതികാരം ചെയ്യാൻ തന്നെ വേണ്ടി ഹരിത നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹരിത ആരും കാണാതെ അർദ്ധരാത്രിയാവുമ്പോൾ ഹരിത പതിയെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഈ ഫോട്ടോ പോലെ തന്നെ ഹരിത അർദ്ധരാത്രിയാവുമ്പോൾ ഇറങ്ങി വന്ന് ആ ഇൻവിറ്റേഷൻ ലെറ്ററുകളെല്ലാം കൊണ്ടുപോയി ടെറസിന് മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി സൂര്യ പതിവ് പോലെ കല്യാണം ക്ഷണിക്കാനായി ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കാൻ ചെന്നപ്പോൾ ആ ലെറ്റർ അവിടെ കാണുന്നില്ല. ഇത് കാണുന്നതിനോടുകൂടി സൂര്യക്ക് അങ്ങ് ഭ്രാന്തിളകുകയാണ്. സൂര്യ ചോദിക്കും, ആ ഇൻവിറ്റേഷൻ ലെറ്റർ എവിടെ പോയി, ആരാണ് അത് എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇന്ദ്രജയും അതുപോലെ തന്നെ പത്മയും ഒക്കെ അവിടെ നിന്ന് മാറുകയാണ്. അവൻ്റെ മുന്നിൽ പോവാതിരിക്കുക നല്ലത്, മനഃപൂർവ്വം നമ്മളെ പ്രതിയാക്കും, അതുകൊണ്ട് അവൻ്റെ മുന്നിൽ പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നു കേട്ടോ. ആ സമയം സൂര്യക്ക് വല്ലാതെ ഭ്രാന്തിളകുകയാണ്. അപ്പോൾ നന്ദിനി ആണെങ്കിലോ അതിനെ ചൊല്ലിയിട്ട് നന്ദിനി സൂര്യയോട് പറയുന്നു, സൂര്യ സാർ ഒന്ന് അടങ്ങ്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇവിടെ വിവാഹം നല്ല ഭംഗിയായി പോവുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം, അപ്പോൾ അത് നടത്തണം. അപ്പോൾ അത് നടത്തണമെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ എവിടെ, അത് ആര് കൊണ്ടുപോയി, എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടണം എന്ന് പറയാം കേട്ടോ. ഈ സമയം നന്ദിനി പറയുകയാണ്, അത് കിട്ടും സൂര്യ സാർ, ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യക്ക് ദേഷ്യം പിടിച്ച് സൂര്യ അതിന് വേണ്ടിയിട്ടുള്ള ആ നീക്കങ്ങൾ ചെയ്യാൻ ഫോൺ ചെയ്യാണ് വിവേകിന്. ഈ സമയം നന്ദിനിയാണെങ്കിലോ രാജുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ഒരു വട്ടമായി ഇൻവിറ്റേഷൻ ലെറ്റർ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ രണ്ടാം പ്രാവശ്യം ആരായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ രാജു പറയുന്ന ആര്, ആ പെണ്ണ് തന്നെ, ആ പെണ്ണിനാണല്ലോ കുശുമ്പ് കൂടുതൽ, ആ പെണ്ണ് അമേരിക്കക്കാരി പെണ്ണ് എന്ന് പറയാം കേട്ടോ. ഈ സമയം രാജുവേട്ടൊന്നും മിണ്ടാതിരുന്ന്, അവളെ അല്ലെങ്കിൽ തന്നെ സൂര്യ സാറിനെ കണ്ടുകൂടാ. ഈ സമയം ഇനി അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ രാജുവേട്ടൻ്റെ വായിൽ നിന്ന് വീണാൽ പിന്നെ അതിമേ പിടിച്ച് കയറുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയില്ലെങ്കിൽ സൂര്യ സാർ ഇവിടെ എല്ലാവരെയും പ്രശ്നമുണ്ടാക്കും എന്ന് പറയാണ്. ഇന്നലെ തന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റിയതാണ്, ഇനിയിപ്പോൾ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് നന്ദിനിക്കൊരു ഓർമ്മയാണ്, അല്ല രാജുവേട്ട ഇന്നലെ രാത്രി ടെറസിൽ ഒരുപാട് ഡ്രസ്സ് കിടന്നിരുന്നു, അത് രാജുവേട്ട എടുത്തു കൊണ്ടുവന്നോ? ഇല്ല, ഞാൻ കൊണ്ടുവന്നില്ല. എന്നാൽ ഞാനത് എടുക്കട്ടെ, വേണ്ട മോള് പോകണ്ട, ഞാൻ പോയിക്കോളാം, വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നന്ദിനി തന്നെ പോവുകയാണ് കേട്ടോ. നന്ദിനി ടെറസിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവിടെ എന്തൊരു കത്തുന്ന ഒരു സ്മെല്ല് നന്ദിനിയുടെ ഇങ്ങനെ മുക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നന്ദിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും അത് കത്തുന്നുണ്ടാവുക, എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നന്ദിനി പതിയെ എന്ത് ചെയ്യുന്നു, ആ കത്തുന്ന ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ കാണാം ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ നിന്ന് ആളി കത്തുന്നത്. ആരാ ടെറസിന് മുകളിൽ കത്തുന്നതെന്ന് കരുതിയിട്ട് കത്തിക്കഴിഞ്ഞ ചാര അവിടെ കിടക്കുന്നുണ്ടാവട്ടെ. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 2 പേപ്പറിൻ്റെ തുണ്ട് പകുതി കത്തിയിട്ടുണ്ടാവുള്ളൂ. അതിലൊന്ന് ഈ പറയുന്ന നന്ദിനി സൂര്യ എന്ന് എഴുതിയതും രണ്ടാമത്തെ രഞ്ജിത്തിൻ്റെയും വേദയുടെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി തനിക്ക് മനസ്സിലായി ഇതാരോ കത്തിച്ചിരിക്കുകയാണ്, ഇൻവിറ്റേഷൻ ലെറ്റർ തന്നെയാണെന്ന് നന്ദിനിക്ക് മനസ്സിലായി. ഈശ്വര അത് സൂര്യ സാർ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് കത്തിച്ചതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് സൂര്യ സാർ ഈ വീട്ടിലുള്ളവരെല്ലാവരെയും കത്തിക്കും എന്ന് പറയുമ്പോൾ ഹരിത പിറകിൽ കേട്ടോ. അപ്പോഴേക്ക് ഹരിത പറയാം, ഓഹോ അത്ര ധൈര്യമോ, എന്നെയൊക്കെ കത്തിക്കാനുള്ള ആ ധൈര്യം മാർക്കാണുള്ളത് എന്ന് പറയുന്നത്. അപ്പോഴേക്കും നന്ദിനി പറയണേ, നീ എന്തിനങ്ങനെ സൂര്യ സാറെ മനഃപൂർവ്വം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, സൂര്യ സാർ എന്ത് തെറ്റ് എന്നോട് ചെയ്തിട്ടാണ് ഇനി ഇങ്ങനെ എപ്പോഴും സൂര്യ സാറിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എതിത്ര സാർ തന്നെ ജയിലിലാണ്, ഈ സമയം നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആരടി നീ എന്നെ ചോദ്യം ചെയ്യാൻ, നിനക്ക് അതിനുള്ള എന്ത് അധികാരം അടിയുള്ളത് എന്ന് ഹരിത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നന്ദിനി പറയണേ, ദേ മേഡം ആരും ചോദ്യം ചെയ്തതല്ല, ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി മാത്രം ഞാൻ സംസാരിക്കുന്നതാണ്. സൂര്യ സാറ് ഈ കത്തിച്ചത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വെറുതെ വിടത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത്രമാത്രം ധൈര്യം ഉണ്ടോ നിനക്ക് എന്നെ പേര് പറഞ്ഞു കൊടുക്കാൻ, എന്നാൽ നീ പറഞ്ഞു കൊടുക്കടി എന്ന് പറയാണ്. അങ്ങനെ നന്ദിനി താഴോട്ട് ഇറങ്ങി വീഴുമ്പോഴേക്കും സൂര്യ അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. ആരാണ് എൻ്റെ
ഞാൻ കൊണ്ടുവന്ന ഇൻവിറ്റേഷൻ ലെറ്റർ രണ്ടാമത് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെങ്കിൽ മര്യാദക്ക് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനിയാണെങ്കിലോ ശബ്ദം കേട്ട് ടെറസിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. തൻ്റെ കൈകളിൽ തുണിയും ഉണ്ടാവും, അതുപോലെ തന്നെ കത്തിയ ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ തുണ്ടും ഉണ്ടാവും കേട്ടോ. അതുമായി നന്ദിനി താഴോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഹരിതയെ അവിടെ എത്തുകയാണ്. അങ്ങനെ പത്മയോട് ചോദിക്കുകയാണ്, മര്യാദക്ക് പറഞ്ഞു മമ്മിക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറയാം, അല്ലാതെ ഇങ്ങനെയുള്ള ചീപ്പ് പ്രവൃത്തി ചെയ്യുകയല്ലേ. ഇത് കണ്ടെത്തും ഞാൻ, ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല. ഇത് തീർച്ചയായും ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് സൂര്യ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയണേ, എന്തിനാ സൂര്യ ആളറിയാതെ നീ ഇങ്ങനെ സംസാരിക്കുക, ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ നിങ്ങൾ വെറുതെ വിടില്ല, ഇതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഹരിത അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഹരിത വരുമ്പോൾ നീ കണ്ടെത്തിക്കോ, അതിനെന്താ അത്ര വല്ലാതെ ചിലക്കുന്നത്. അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ഇവിടെ ആരും വാ തുറക്കാത്തടുത്ത് നീ എന്തിനാടി വാ തുറക്കുന്നത്, അതെ എന്നെ എടിപ്പൊടി എന്നുള്ള വിളിക്കണ്ട. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ നിന്നെ എടിപ്പൊടി എന്ന് വിളിക്കുന്നത് നീ എന്നെ ഓരോന്ന് പറഞ്ഞത് കൊണ്ടാണ്, മര്യാദക്ക് പറഞ്ഞോ, നീ ആണോടി ഇൻവൈറ്റ് ആണെങ്കിൽ നീ എന്താ ചെയ്യുക എന്നിങ്ങനെ ഇവിടെ പറയുകയാണ്. ആ സമയം സൂര്യക്കങ്ങ് ഭ്രാന്തളകുകയാണ്. സൂര്യ ദേഷ്യത്തോടു കൂടി അത്ര ധൈര്യം നിനക്ക് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യ ഹരിതയെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നന്ദിനി സൂര്യയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. നന്ദിനി അങ്ങ് വലിക്കുന്നതിനോട് കൂടി സൂര്യ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കയ്യിലുള്ളത് കാണാണ്ട് നന്ദിനിയോട് ചോദിക്കുകയാണ്, നന്ദിനി നിനക്കിത് എവിടുന്ന് കിട്ടി, ഇത് ആരാ കത്തിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. മര്യാദക്ക് പറ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹരിതയ്ക്ക് അടി കിട്ടുന്ന സമയത്താണ് നന്ദിനി തടഞ്ഞത് കൊണ്ട് തന്നെ പത്മയും ഇന്ദ്രജയും എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഉദയനും വന്ദനയും ഒക്കെ അവർക്ക് ആർക്കും സൂര്യയെ തടുക്കാൻ കഴിയുന്നില്ല. അത്രയും വലിയ കലിപ്പോട് കൂടിയാണ് സൂര്യ അവിടെ പെരുമാറുന്നത് കേട്ടോ. അങ്ങനെ ഹരിത പോലും ചൂളിപ്പോവുകയാണ്. അതുവരെ ഹരിതയ്ക്ക് നിഷേധിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ സൂര്യയുടെ ആ കൈ പൊക്കിയതിനോടുകൂടി ഹരിതയ്ക്ക് മിണ്ടാനാവാതെ നിൽക്കുകയാണ്. ഈ സമയം നന്ദിനിയാണെങ്കിലോ ഈ കത്തിച്ച പേപ്പറുമായി വന്നതുകൊണ്ട് തന്നെ സൂര്യ ചോദിക്കുകയാണ്, ഈ പേപ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി, ആരിത് കത്തിച്ചു, മര്യാദക്ക് നന്ദിനി നീ പറ. അത് പിന്നെ സൂര്യ സാർ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടെറസിൽ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കാതെ കാര്യം എന്താണെന്ന് പറയൂ എന്ന് സൂര്യ പറയുമ്പോഴേക്കും നന്ദിനി അത് പിന്നെ എന്ന് പറയാതെ അപ്പോഴേക്കും പത്മക്ക് ആകെ പേടിക്കുകയാണ് കേട്ടോ. പത്മക്ക് തൻ്റെ മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അത് പത്മക്ക് നന്നായിട്ട് അറിയാം. എന്തിനും ഏതിനും യതീന്ദ്രൻ്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു, ആ വാക്കിന് സൂര്യൻ നിൽക്കുമെന്നും ഇവിടെ അറിയാം. ഇന്ദ്രജയും വേദയൊക്കെ ചൂളി അങ്ങ് പുറത്തോട്ട് പോവുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ്, ആരാണ് ഇത് കത്തിച്ചത്, എവിടെ നിന്ന് നിനക്കിത് കിട്ടിയെന്ന് പറഞ്ഞ ഉടനെ നന്ദിനി പറയാണ്, ഇത് ഞാനാണ് കത്തിച്ചത് എന്ന് പറയണം കേട്ടോ. അതോടുകൂടി സൂര്യ എന്താ നീ പറഞ്ഞത്, നീയാണ് കത്തിച്ചതെന്നോ, നന്ദിനി നീ കള്ളം പറയരുത്, നിന്റെ മുഖത്ത് കള്ളം എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, നീ അത് ചെയ്യത്തുമില്ല എന്ന് എനിക്കറിയാം, കത്തിച്ച ആളെ നിനക്കറിയാം, അതുകൊണ്ടാണ് നീ ഈ തെറ്റ് ഏറ്റെടുക്കുന്നത്, മര്യാദക്ക് പറ, ഇവിടെ ഒരു വഴക്കുണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് നീ ഈ കത്തിച്ചത് നീയാണെന്ന് പറയുന്നത്. അത് കേട്ടോടെ തന്നെ പത്മ ആശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. ഇതേ സമയം ഹരിതയാണെങ്കിലും ഇങ്ങനെ മുഖം കൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് പത്മ കാണുകയാണ്. പത്മക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ അടക്കി പിടിക്കുകയാണ്. ഒന്നാണ്ട് ഹരിതക്ക് കൊടുക്കാനുള്ള അത്രയും ദേഷ്യം ഇങ്ങനെ വരികയുണ്ട്. അപ്പോൾ ഈ സമയം ഇവിടെ ചോദിക്കുകയാണ്, വീണ്ടും സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി ഇത് ആരാണ് കത്തിച്ചത്, നീയല്ലാന്ന് എനിക്കറിയാം, നീ എന്നോട് കള്ളം പറയണ്ട, മര്യാദക്ക് പറ. സൂര്യ സാർ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് കത്തിച്ചതെന്ന്, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ വഴക്കുണ്ടാക്കണ്ട. അപ്പോൾ അത് കുറേ നേരം ചോദിച്ചിട്ടാണ് കേട്ടോ, അത്രയും നേരമൊന്നും ഞാൻ ഈ കഥയിൽ പറയുന്നില്ല. അങ്ങനെ പിന്നീട് നന്ദിനിയോട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും നന്ദിനി ഞാനാണ് കത്തിച്ചതെന്ന് പറയണേ. അപ്പം സൂര്യ പറയണേ, എനിക്ക് മനസ്സിലായി നന്ദിനി, ഈ കൂട്ടത്തിൽ ഒരാളാണ്, ആള് എന്നും എനിക്ക് മനസ്സിലായി, ഇവിടെ നിൽക്കുന്നവളാണ്. അപ്പോഴേക്കും ഹരിത നീ എന്നെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തെളിയിക്ക്, ഞാനാണ് കത്തിച്ചെങ്കിൽ നിനക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്ക്. അപ്പോൾ ഹരിത ഈ പറയുന്നത് കേട്ടിട്ടും നന്ദിനി ഇവൾ പറയുന്നത് കേട്ടില്ലേ, ഇവളെന്നെ വെല്ലുവിളിക്കുന്നു, ഈ സമയം നീ മിണ്ടാതെ നിൽക്കില്ല നന്ദിനി, ഇവളാണെങ്കിൽ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പത്മയുടെ സ്വഭാവത്തിന് മാറ്റം വന്നു തുടങ്ങുകയാണ്. കാരണം നന്ദിനി തൻ്റെ കുടുംബം സംരക്ഷിച്ചതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യയാണെങ്കിൽ ഇവളാണെങ്കിൽ പറ, ഇവളെ ഞാൻ കൊല്ലാനും മടിക്കില്ല, ജയിലിൽ പോയി കിടക്കാനും ഞാൻ മടിക്കില്ല, ഇവൾ കുറേ ദിവസമായി എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് ഒരു ഗോസ്റ്റിൻ്റെ സ്വഭാവം കാണിക്കുന്നത്, ഇനി ഞാനങ്ങനെ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് നന്ദിനി നീ പറ, നന്ദിനി ഇവളാണോ ചെയ്തത് എന്ന് എന്നോട് നീ പറ എന്നിങ്ങനെ ആവർത്തിച്ച് സൂര്യ ചോദിക്കുകയാണ് കേട്ടോ. എപ്പോഴും സൂര്യയോട് പറയും, സൂര്യ സാർ
ഇതിൻ്റെ മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. ഇത് ചെയ്തത് ഞാനാണെന്ന് സൂര്യ സാറിനോട് ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ആവർത്തിക്കണ്ട എന്ന് പറയട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജ പറയാണ്, സൂര്യ ഇനി വെറുതെ പാവം ഹരിതയെ കുറ്റപ്പെടുത്തി, അതുകൊണ്ട് നീ ഹരിതയോട് മാപ്പ് പറയണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പത്മ കൈ ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ്. അതൊരിക്കലും എൻ്റെ കുഞ്ഞിനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ വേദ കാണാൻ പറയുന്നത്, അതെ ഇന്ദ്രജ പറഞ്ഞത് ശരിയാണ്, ചേച്ചി പറഞ്ഞതിൽ യാതൊരു തെറ്റൂല. ഈ പറയുന്ന ഹരിത എൻ്റെ ഭർത്താവാൻ പോകുന്ന ആളുടെ പെങ്ങളാണ്. അപ്പോൾ അതായത് ഞങ്ങൾ തമ്മിൽ നാത്തുമാരാണ്. നാത്തുമാർക്കിടയിൽ ഒരു പോര് വരും. അതുകൊണ്ട് നീ മാപ്പ് പറയണ സൂര്യ എന്ന് പറയണേ. ഇതേ സമയം സൂര്യ പറയണേ, നന്ദിനി ഞാൻ എല്ലാവർക്കും മുന്നിൽ മാപ്പ് പറയേണ്ട അവസ്ഥയാണ്, ഇപ്പോഴെങ്കിലും നീ ആരാണെന്ന് പറഞ്ഞു എന്ന് പറയണേ. അപ്പോൾ പത്മ ഇങ്ങനെ നെഞ്ചിടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, നന്ദിനിക്ക് അത് പറയാൻ തോന്നരുത്. എൻ്റെ മകൻ അവളെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യൂ, അത് ഉറപ്പാണ്, ആർക്കും തടയാനും കഴിയത്തില്ല എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഒന്നും മിണ്ടത്തില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് കത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊരു തവണ നന്ദിനി പറയുകയാണ്. അതോടുകൂടി സൂര്യ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ഹരിത അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രജയും വേദയും പൊട്ടിച്ചിരിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, അവനെ ഇപ്പോൾ മുട്ട് കുത്തിക്കാൻ പറ്റി, ഇത് വലിയൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഇത് കത്തിച്ച ആൾക്ക് ഇപ്പോൾ ഒരു കൈ കൊടുക്കണം. അപ്പോഴേക്കും പത്മ ഒന്നും മിണ്ടാതെ അവിടെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഉദയനും അതുപോലെ തന്നെ രഞ്ജിത്തും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഉടൻ പത്മ മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ, അല്ല ആൻറ്റി മാത്രം എന്താ എന്തിനും മറുപടി നൽകാത്തതെന്ന് വിജയ് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയുന്നത് ശരിയാണ്, മമ്മി ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടാണ് മമ്മി ഒരു മറുപടിയും പറയാതെ നിൽക്കുന്നത്? അപ്പോഴേക്കും ഹരിതയുടെ നേർക്ക് അങ്ങ് പത്മ എടുക്കുകയാണ്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തിച്ചത് നീയല്ലേ? അതെങ്ങനെ ആൻറ്റിക്ക് മനസ്സിലായി? ഹരിത നീയാണോ കത്തിച്ചത്? അതെ, ഞാൻ തന്നെയാണ് കത്തിച്ചത്. അത് കേട്ട ഉടൻ തന്നെ പത്മ പറയുന്നത്, നീയാണത് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഉടൻ തന്നെ വേദ, ആഹാ നീയാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവൾ ആ തെറ്റുകുറ്റം ഏറ്റെടുത്തത്? അപ്പോഴേക്കും ഹരിത പറയുന്നത്, അവളെ ഇവിടെ എല്ലാവർക്കും മുന്നിൽ നല്ലവളാവാൻ ചമഞ്ഞതാണ്, അതുകൊണ്ടാണ് അവൾ ആ തെറ്റുകുറ്റം ഏറ്റെടുത്തത്. അവൾ സൂര്യക്ക് മുന്നിൽ ഒരു നാടകം നടത്തിയതാണ്. അതങ്ങ് കേൾക്കുന്ന പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ഹരിത നിർത്ത്, നിനക്കറിയില്ല. പിന്നെ അപ്പോഴേക്കും ഹരിത പറയണേ, എന്തിനാ ആൻറ്റി നിർത്തുന്നത്? അവളുടെ രക്തം എന്ന് പറയുന്നത് അടിമ രക്തമാണ്. അടിമ രക്തം ഉള്ള അവൾക്ക് അടിമപ്പണി ചെയ്യാൻ തന്നെ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, നന്ദിനിയെക്കുറിച്ച് നിനക്കറിയില്ല, നീ വേണ്ടാത്തത് വിളിച്ചു പറയരുത്. നന്ദിനി എൻ്റെ കുടുംബത്തെയാണ് രക്ഷിച്ചത്, എൻ്റെ കുടുംബമാണ് സംരക്ഷിച്ചത്. നീ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. തുടക്കം മുതലേ നീയാണത് കത്തിച്ചതെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിൻ്റെ സംസാരം സൂര്യയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ആ സമയം സൂര്യ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. നിനക്ക് സൂര്യ ആരാണെന്ന് ഇന്നേ വരെ നീ അറിഞ്ഞിട്ടില്ല. സൂര്യയുടെ യഥാർത്ഥ മുഖം അത് എനിക്ക് പോലും തടയാൻ കഴിയില്ല. അവൻ്റെ അച്ഛനുണ്ടെങ്കിൽ അവനെ ഒരു വാക്ക് കൊണ്ട് നിർത്തും. പക്ഷേ ഇപ്പോൾ സൂര്യ നീയാണത് കത്തിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാനും പോലും പറ്റത്തില്ല. അപ്പോൾ നന്ദിനി എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ ആൻറ്റി പറഞ്ഞു വരുന്നത്? ആൻറ്റി അവൾക്ക് കൂറായി സംസാരിക്കുന്നു. അതെ, നന്ദിനി എന്ന് പറയുന്നവൾ എൻ്റെ കുടുംബത്തെയാണ് സംരക്ഷിച്ചത്. കാരണം ഞാൻ അവളെ മരുമകളായി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഈ സ്വീകരിക്കാത്തത് ഒന്നുകൊണ്ടുമല്ല. എൻ്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലിയുടെ മഹത്വം നന്നായി എനിക്കറിയാം. അപ്പോൾ അവൾ സൂര്യയുടെ ഭാര്യ തന്നെയാണ്. പക്ഷേ ഞാൻ സ്വീകരിക്കാത്തതിന് കാരണം അവളുടെ അച്ഛനുണ്ടല്ലോ, അയാൾ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിലുള്ള തെങ്ങും തൊപ്പിലൊക്കെ പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു. അയാളുടെ മകള് ഇവിടെ അടുക്കള പണിക്ക് വന്ന ആ ആള് പിന്നീട് എന്നോടുള്ള പ്രതികാരത്തിന് അവൻ കല്യാണം കഴിച്ച ഒരൊറ്റ കാരണത്താലാണ് ഞാൻ അവളെ പിന്നെ എൻ്റെ മരുമകളായി സ്വീകരിക്കാത്തത്. പക്ഷേ സുദേവൻ്റെ മകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. കള്ളങ്ങൾ ചെയ്യില്ല, കള്ളത്തരം ചെയ്യില്ല, നുണ പറയില്ല, അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. അവരുടെ കുടുംബം, അവരുടെ മുതലാളിമാരെ, അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ കാണും. അങ്ങനെ ഒരു കഴിവുണ്ട് നന്ദിനിയെ സംബന്ധിച്ച്. ഇത് അവളുടെ സ്വന്തം വീട്ടുകാരാണ്, ഞാനും എൻ്റെ മക്കളൊക്കെ. ഇപ്പോൾ ഈ സമയം നീയാണത് കത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഇവിടെ എന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റത്തില്ല. അതോടുകൂടി നിന്നെ സൂര്യ ഇവിടെ നിന്ന് വലിച്ചു പുറത്താക്കുകയും എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഈ കല്യാണം തന്നെ അവൻ നിർത്തിവെക്കുകയും ചെയ്യും. അതോടുകൂടി ഈ കല്യാണം മുടങ്ങും. പിന്നെ എനിക്കെൻ്റെ ഏട്ടനെ നഷ്ടപ്പെടും. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഏട്ടൻ എനിക്ക് മുന്നിലെത്തിയത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് രഞ്ജിത്തും ഹരിതയും
രഞ്ജിത്തും വേദയും തമ്മിലുള്ള കല്യാണം അത് നീ കാരണമില്ലാതായിരുന്നു ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നന്ദിനി ഈ ഒരു കല്യാണം മുടങ്ങാതിരിക്കാനും രക്തബന്ധത്തിൻ്റെ വില അറിയാവുന്നത് കൊണ്ട് അത് മുറിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയാണ് നന്ദിനി നിന്നെ സംരക്ഷിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഹരിതക്കങ്ങ് ദേഷ്യം പിടിക്കാണ്. ഇത് എൻ്റെ മുഖത്തടിച്ചതുപോലെയായി ആൻറ്റി ഈ സംസാരിച്ചത്. എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ആൻറ്റി ഏത് സമയത്തും കുറ്റം പറഞ്ഞ അവളെ ഇന്ന് ആൻറ്റി നല്ലത് പറഞ്ഞൂലേ? അപ്പോൾ അവളോട് ആൻറ്റിക്ക് സ്നേഹമുണ്ടല്ലേ? ഞങ്ങളെല്ലാം പൊട്ടന്മാരാക്കുകയായിരുന്നുല്ലേ? അത് കേൾക്കുന്ന പത്മ, എൻ്റെ ഹരിത, നീ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. എൻ്റെ ഭർത്താവ് ജയിലിലാണ്. ആ സമയം എൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെ നിശ്ചയത്തിൻ്റെ സമയത്ത് ഒരു ഒരു കാണാൻ പാടില്ലാത്തതും ഉണ്ടാവാൻ പാടില്ലാത്തതുമായ ഒരു സംഭവം നടന്നു. അതിൻ്റെ അർത്ഥം തന്നെ ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് ദേവി സൂചിപ്പിക്കുന്നത് പോലെ. അതുപോലെ വിവാഹ സമയത്തും ഇനിയിപ്പോൾ എൻ്റെ മകളെ വിട്ട് രഞ്ജിത്ത് കല്യാണം കഴിക്കാതെ പോയാൽ എൻ്റെ കുട്ടിക്ക് ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാതിരിക്കാനും ഒക്കത്തിനും വേണ്ടിയാണ് നന്ദിനി ഇത് ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഹരിത അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. എല്ലാവരും അമ്പരന്ന് പോവുകയാണ്. ഇതേസമയം സൂര്യ പറയണ എല്ലാവർക്കും മുന്നിൽ എന്നെക്കൊണ്ട് നീ മാപ്പ് പറയിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ നന്ദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ട് പറയണേ, സൂര്യ സാർ മുന്നും പിന്നും നോക്കാതെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കരുത്. സൂര്യ സാറ് ആ സമയം അവളെ കൊല്ലാനും മടിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതോടുകൂടി ഈ വിവാഹം അവിടെ നിൽക്കും. സ്വന്തം പെങ്ങളെ ആരടിക്കുന്നത് കണ്ടാലും രഞ്ജിത്തും അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും ഇടപെടും. അതോടുകൂടി ഈ വിവാഹം മുടങ്ങും. പിന്നീട് എന്നേക്കുമായി ഈ പറയുന്ന സൂര്യ സാറിനായിരിക്കും പേര്. അപ്പോൾ അതില്ലാതിരിക്കാനും യതീന്ദ്ര സാറ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്കും അവൾ ചെയ്ത പ്രവൃത്തി ഞാൻ ഏറ്റെടുത്താൽ യാതൊരു കുറ്റവുമില്ല സൂര്യ സാറ് എന്നോട് അച്ഛൻ പറഞ്ഞത് എന്താണ്? ഈ ഒരു കല്യാണം നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് മുടക്കി കൊടുക്കുകയല്ല വേണ്ടത്. മുടക്കാനുള്ള പ്രവൃത്തികൾ അവൾ ചെയ്യും. പക്ഷേ അതിന് സൂര്യ സാറ് ഇടയാവരുത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ആദ്യമായി പത്മ നന്ദിനിക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു സീൻ എത്തുകയാണ് കേട്ടോ.